സൈബർ ലോകത്തെ ചാവേർ സഖാക്കൾ സ്വയം വിശേഷിപ്പിക്കുന്നത് കടന്നലുകൾ എന്നാണ്. രാഷ്ട്രീയ എതിരാളികളെ സൈബർ ലോകത്ത് ആറഞ്ചം പുറഞ്ചം കുത്തി നിരപ്പാക്കുക എന്നതാണ് ഇവരുടെ ദൗത്യം. കാര്യമോ കാരണമോ ഒന്നും നോക്കേണ്ടതില്ല, യുക്തിയോ മര്യാദയോ ഒന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. സാധാ ചീത്തവിളി മുതൽ പച്ചത്തെറി വരെ ഇവരുടെ അവനാഴിയിലുണ്ട്. അതിന്റെ കുത്തേറ്റു വാങ്ങാത്ത എതിർചേരിയിലെ ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. കുറെ കാലം ആ കടന്നലുകളുടെ സ്വയം പ്രഖ്യാപിത രാജാവായി കടന്നൽ രാജയായി വാണിരുന്നത് PV അൻവറായിരുന്നു. എന്നാൽ അൻവർ മറുകണ്ഠം ചാടിയ ശേഷം അടുത്ത രാജ ആര് എന്നതിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ ഏറെ വൈകാതെ തന്നെ സ്വയം ആ സ്ഥാനം ഏറ്റെടുത്തത് നമ്മുടെ ശിവൻകുട്ടി അണ്ണനായിരുന്നു. തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അണ്ണൻ. ചരിത്രവും പരിചയ സമ്പത്തും നോക്കിയാൽ അണ്ണനോളം ആ സ്ഥാനത്തിന് അർഹൻ മറ്റാരുമില്ല എന്ന് തന്നെ പറയും. അണ്ണന്റെ ആ നിയമസഭയിലെ പ്രകടനം ഒന്നും മാത്രം പോരെ രാജയല്ല ചക്രവർത്തിയാവാൻ. 4 വാക്ക് നിരത്തി എഴുതിയാൽ തെറ്റുകൂടാതെ വായിക്കാൻ കഴിയാത്ത അണ്ണൻ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണോ നിങ്ങൾ ഓർക്കുന്നത്? അതിനൊക്കെ പാർട്ടി ക്ലാസ്സിൽ നിന്നും വിദഗ്ധ പരിശീലനം ലഭിച്ച കുട്ടിക്കടന്നലുകളുണ്ട്. അയ്യോ, പറഞ്ഞു പറഞ്ഞ് ഇന്നത്തെ വിഷയം മാറിപ്പോയി. വിഷയം അണ്ണൻ തന്നെ, പക്ഷേ മാറ്റർ അണ്ണന്റെ ഭൂതകാല പോരാട്ട കഥയൊന്നുമല്ല കേട്ടോ. തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന കലോത്സവത്തിന്റെ വേദിയിൽ പുതിയ നിവിൻ പോളി ചിത്രമായ സർവം മായയിലെ നായികയുടെ കൂടെ ഇരിക്കുന്ന ഒരു ചിത്രം തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അണ്ണൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പേജ് കൈകാര്യം ചെയ്യുന്ന ഒരു കുട്ടിക്കടന്നൽ ചെയ്തു. അല്ലാതെ അണ്ണൻ ഡെലുലു എന്നൊക്കെ എഴുതിയാൽ വായിക്കുന്നവന്റെ നാക്കുളുക്കി പോയി. ആ കുട്ടി സഖാവിന് സർവം മായയിലെ ഡെലുലുവിനോട് ഒരു ക്രഷ് തോന്നിക്കാണും. ആൾ പടം കണ്ട മാത്രയിൽ അണ്ണന്റെ പേജിൽ വെച്ച് കീറി. മില്യൺ വ്യൂസും ലക്ഷക്കണക്കിന് ലവ് ചിഹ്നങ്ങളും തൗസൻഡ്സ് ഓഫ് കമന്റ്സും ഷെയറുകളും പ്രതീക്ഷിച്ച് കാത്തിരുന്ന കുട്ടി സഖാവിന് പക്ഷേ ചെറുതായി ഒന്ന് പാടി. കാരണം ആ ചിത്രത്തിൽ പശ്ചാത്തലത്തിൽ മങ്ങിയ ഒരു മുഖമുണ്ടായിരുന്നു. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരം IM വിജയനെ ബ്ലർ ചെയ്താണ് കുട്ടിക്കടന്നൽ ക്രഷിനെ അണ്ണനോടൊപ്പം പ്രതിഷ്ഠിച്ചത്. എന്നാൽ മലയാളികൾ സഖാക്കളെ പോലെ വിവരദോഷികളോ ബുദ്ധിശൂന്യരോ ഒന്നുമല്ലല്ലോ. അവർ ആ ചിത്രത്തിൽ കുട്ടിക്കടന്നലിന്റെ ക്രഷിനെ തള്ളി ഇന്ത്യയുടെ ഫുട്ബോൾ മുത്തിനെ കണ്ടില്ലേ എന്ന് ചോദിച്ച് അണ്ണനെ താങ്ങാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ പോസ്റ്റ് പാളി. ചെറിയ വടി കൊടുത്ത് വലിയ അടി വാങ്ങുന്ന പരിപാടിയായിപ്പോയി. അണ്ണൻ ഇതൊക്കെ അറിഞ്ഞു കാണുവോ എന്തോ. എന്തായാലും പോയ മാനം തിരിച്ചു പിടിച്ചല്ലേ പറ്റൂ. എന്ത് ചെയ്യും? കടന്നൽ രാജയ്ക്ക് അങ്ങനെ പിന്മാറാൻ പറ്റുമോ? കടന്നലുകൾ അടുത്ത പ്ലാൻ B റെഡിയാക്കി. അണ്ണനോട് പറഞ്ഞു, അണ്ണായി നമ്മുടെ പിള്ളേരുടെ കൂടെ ഒരു കോലൈസൊക്കെ നുണഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ ഒപ്പിച്ചാൽ സംഗതി ശരിയാക്കാമെന്ന് ഒരു കുട്ടിക്കടന്നൽ ഉണർത്തി. ഐസൊക്കെ ഷുഗർ അല്ലേടേ, ഈ വയസ്സാം കാലത്ത് നീയൊക്കെ എന്നെ വേഗം പെട്ടിയിലാക്കാനാണോ നോക്കുന്നത് എന്ന് അണ്ണൻ ചോദിച്ചോ എന്ന് അറിയില്ല. എന്തായാലും ഫോട്ടോ വന്നു, പോസ്റ്റും റെഡി. ഒന്നല്ല, ഒരുപാട് പ്ലാൻ B റോളിംഗ്. അണ്ണൻ കുട്ടികളുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു, ഐസ്ക്രീം കഴിക്കുന്നു. എന്നാൽ കഴിഞ്ഞ തവണത്തെ വിദ്യാഭ്യാസ മന്ത്രി ബ്ലാക്ക് കാറ്റുകളുടെ നടുവിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. സോറി, കഴിഞ്ഞ തവണത്തെ എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥിനെ അല്ല, പഴയ UDF മന്ത്രിസഭയിലെ മന്ത്രി അബ്ദുറബ്. അതായത് ശിവൻകുട്ടി അണ്ണൻ കുട്ടികളുടെ മന്ത്രി അപ്പൂപ്പനാണ്. അവരുടെ കൂടെ കളിക്കും, ചിരിക്കും, ഐസ്ക്രീം കഴിക്കും. എന്നാൽ റബ്ബോ കുട്ടികളെ പേടിച്ച് സെക്യൂരിറ്റി ഗാർഡിനെ ചുറ്റും നിർത്തിയാണ് പ്രസംഗം പോലും. അപ്പൊ അണ്ണൻ ആര്? ജനകീയൻ. എന്നാൽ അബ്ദുറബ്ബോ സാധാരണക്കാരുമായി യാതൊരു ബന്ധവുമില്ലാതെ അവരെ പേടിച്ച് സെക്യൂരിറ്റിയുമായി നടക്കുന്നയാൾ. മാസല്ലേ, പോസ്റ്റ് റെഡി. പക്ഷെ സ്വന്തം പേജിലിട്ടാൽ അണ്ണൻ സ്വയം പൊങ്ങിയാണെന്ന് എല്ലാവരും കരുതില്ലേ? അതുകൊണ്ട് നമ്മൾ കടന്നലുകൾ അവരുടെ പ്രൊഫൈലിലും പേജിലും ഈ ഫോട്ടോയും പോസ്റ്റും ഇട്ടങ്ങ് നിറയ്ക്കണം. സോഷ്യൽ മീഡിയ വാളുകൾ അണ്ണന്റെ സ്നേഹം കൊണ്ടങ്ങ് നിറയണം. അങ്ങനെ പോസ്റ്റുകൾ പാറിപ്പറന്നു. പക്ഷെ ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം അണ്ണൻ തന്റെ ജനകീയത വെളിവാക്കാൻ താൻ കുട്ടികളുടെ ഇടയിൽ വരെ ഐസ്ക്രീം കഴിക്കുന്ന ആളാണെന്ന് കാണിക്കുകയും അബ്ദുറബ്ബ് ജനങ്ങളിൽ നിന്നും അകലെയാണ് എന്ന് കാണിക്കാൻ സെക്യൂരിറ്റിയുടെ കനം കാണിക്കുകയും ചെയ്യുമ്പോൾ ആരെങ്കിലും മുൻ മുഖ്യമന്ത്രിമാർ, അത് ഇടതോ വലതോ ആവട്ടെ, എങ്ങനെയാണ് സഞ്ചരിച്ചിരുന്നതെന്നും ഇപ്പോഴത്തെ മുഖ്യൻ അണ്ണന്റെ സ്വന്തം മുതലാളി പിണറായി വിജയൻ എത്ര പാരാവാരമായിട്ടാണ് പോകുന്നതെന്നും കാണിച്ച് ഇത് ജനകീയത കുറഞ്ഞത് കൊണ്ടാണോ അണ്ണ എന്ന് ചോദിച്ചാലോ അണ്ണൻ പെട്ട്. സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ നോക്കുന്നതിനിടയിൽ മുഖ്യനിട്ടാണ് പണി കൊടുക്കുന്നതെന്ന് അറിയാൻ മാത്രം വിവേകമുള്ളവരൊന്നും ഈ പാർട്ടിക്കകത്തില്ലടേ. എന്തായാലും ഈ പോസ്റ്റുകളും എയറിലേക്ക് തന്നെയാണ് അണ്ണനെ ഇട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. എന്റെ അണ്ണ, ഇങ്ങനെ വിവരമില്ലാത്ത കുട്ടിക്കടന്നലുകളെ മാത്രം വിശ്വസിച്ച് നിന്നാൽ എയറിൽ നിന്ന് ഇറങ്ങാൻ നേരമേ ഉണ്ടാവില്ല. വിവരമില്ലാത്തവരാണ്, ബോധമില്ലാത്തവരാണ്. ഇങ്ങനെ അഴിച്ചുവിട്ടാൽ അവസാനം മുഖ്യന്റെ കയ്യിൽ നിന്ന് വരെ വാങ്ങി കൂട്ടേണ്ടി വരും. മഴവിൽ കാവടി സിനിമയിലെ പറവൂർ ഭരതനെ പോലെ നിന്ന് കരയാനേ നേരം കാണും.